മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂർ പറപ്പൂരിൽ വീണ്ടും വൻ കവർച്ച. 50 പവൻ സ്വർണം നഷ്ടപ്പെട്ടതായാണ് പരാതി. നാലകത്ത് ഷക്കീർ എന്നയാളുടെ വീട്ടിലാണ് മോഷണമുണ്ടായത്. മകളുടെ കല്യാണ ആവശ്യത്തിനായി വാങ്ങിയ സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടത് എന്നാണ് പറഞ്ഞത്. അവർ പറയുന്നത് പേരാമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ ലെവിനാണ് നൽകുക. ലെവിൻ, വിവാഹാവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ സമീപകാലത്ത് വാങ്ങിവെച്ച സ്വർണ്ണമാണ് നഷ്ടമായതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന ആളുകളായിരിക്കും എന്നൊരു സംശയം പോലീസിനുണ്ടാകുമല്ലോ മോഷണത്തിന് പിന്നിൽ. എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? സനീഷ്, ഇന്ന് പുലർച്ചെയാണ് മോഷണം നടന്നത് എന്നുള്ളതാണ് അനുമാനിക്കപ്പെടുന്നത്. ഈ ഷക്കീറും കുടുംബവും, ഷക്കീർ ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനം നടത്തുന്നുണ്ട് പാവറട്ടയിൽ തന്നെ. ഓണക്കാലം മുൻനിർത്തിക്കൊണ്ട് അധിക സമയത്തായി ആ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു. തുണികൾ മടക്കി വെക്കാനും മറ്റുമൊക്കെയായി കുടുംബസമേതം ഇവർ ആ ഷോപ്പിൽ തങ്ങുകയും വൈകിയാണ് വീട്ടിലേക്ക് വരുന്നതും മറ്റുമൊക്കെ. അങ്ങനെ ഇന്ന് 2 മണിയോടുകൂടിയാണ് ഇവർ വീട്ടിൽ തിരികെ എത്തുന്നത്. ആ സമയത്താണ് വീട് അലങ്കോലമായി കിടക്കുന്നതും മോഷണം നടന്നതായി സംശയിക്കപ്പെടുന്നതുമെല്ലാം. പിന്നീട് ഇവർ നടത്തിയ പരിശോധനയിലാണ് മകളുടെ വിവാഹ ആവശ്യത്തിനായി വാങ്ങിവെച്ചിരുന്ന 50 പവൻ സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം അറിയുന്നത്. ചില പരിസരവാസികളായിട്ടുള്ള ആളുകൾ പറഞ്ഞതും അവർക്ക് സംശയം തോന്നിയതുമായ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് 2 പേർ വീടിൻ്റെ പരിസരത്ത് നിന്നും ഓടി മറയുന്നതായി കണ്ടു എന്നുള്ളതാണ് പരിസരവാസികളിൽ ചിലർ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വീട്ടിലൊരു വിവാഹം നടക്കാൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു കവർച്ചയാണോ ഇത് നടന്നത് എന്നുള്ള കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ തന്നെ ഈ സംഭവത്തിൽ അന്വേഷണം നടത്തുകയാണ് പാവറട്ടി പോലീസ്. നിലവിൽ CCTV ക്യാമറകൾ അടക്കം ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത്. ഇന്നലെ ഈ പരിസരത്ത് അപരിചിതരായി തോന്നുന്ന ആരെങ്കിലും എത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും 50 പവൻ സ്വർണം എന്ന് പറയുമ്പോൾ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് കൊണ്ടൊരു വലിയ തുകയാണെന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ഈ പ്രതികളെ കണ്ടെത്താനുള്ളൊരു നീക്കവുമായിട്ടാണ് പാവറട്ടി പോലീസ് മുന്നോട്ട് പോകുന്നത്. നിലവിൽ അന്വേഷണം ഊർജിതമാക്കിയതായാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. സനീഷ്. ശരി, നന്ദി ലെവിൻ. വിവരങ്ങൾക്ക് 50 പവൻ സ്വർണം എന്ന് വെച്ചാൽ വലിയ തുകയാണ് എന്നറിയണം. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. മകളുടെ വിവാഹത്തിന് വേണ്ടി ശേഖരിച്ച് വെച്ചിരുന്ന ആ സ്വർണ്ണമാണ് മോഷണം പോയിരിക്കുന്നത്. പോലീസ് കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഓണാഘോഷമൊക്കെ ആയതുകൊണ്ട്, ഓണാഘോഷ ദിവസങ്ങളായതുകൊണ്ട് ഓണാഘോഷ ദിവസങ്ങളിൽ വീടൊക്കെ അടച്ചു പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പോലീസ് അല്ലെങ്കിൽ തന്നെയും മുന്നറിയിപ്പൊക്കെ നൽകുന്നുണ്ട്. ഇവിടെ കേരള പോലീസിന് ഇപ്പോൾ പോൾ ആപ്പ് എന്നൊരു ആപ്പുണ്ട്. അതിനകത്ത് ഈ ഹൗസ് വാച്ച് എന്നൊരു ഓപ്ഷൻ അവർക്ക് അതിനകത്ത് ആപ്പിനകത്തുണ്ട്. അതായത് നിങ്ങൾ ഈ ഓണാഘോഷത്തിന് അവധിയെടുത്ത് വീട് വിട്ട് വിനോദയാത്രയിലോ മറ്റോ ദൂരം സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ആപ്പിൽ കയറിയിട്ട് തങ്ങളെ വീടുകൾ ഉണ്ടാകില്ല എന്ന് രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ പോലീസിൻ്റെ അധിക ശ്രദ്ധ ആ പ്രദേശത്തുണ്ടാകും എന്ന കാര്യം പോലീസ് അറിയിക്കുന്നുണ്ട്. അക്കാര്യങ്ങൾ കൂടെ ചെയ്യണം. ഹൗസ് വാച്ച് എന്നൊരു സേവനം ഈ പോൾ ആപ്പ് ഓപ്പൺ ചെയ്താൽ അതിനകത്ത് ലഭ്യമാകും. അക്കാര്യങ്ങൾ കൂടെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ടതാണ്. മറ്റൊരു